ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഉണ്ണിക്കിന് വാക്സിൻ എടുക്കാൻ പോവാണ് കേട്ടോ. 45 ഡേയ്സിലെ വാക്സിനാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഉണ്ണി നല്ല ഉറക്കമാണ്. 45 ഡേയ്സ് ഓൾറെഡി കഴിഞ്ഞിട്ട് ഉണ്ണിക്ക് 45 ഡേയ്സ് കഴിഞ്ഞിട്ടുള്ള അടുത്ത ബുധനാഴ്ചയാണ് വാക്സിൻ എടുക്കാൻ പോകുന്നത്. നമ്മളിവിടെ ഹെൽത്ത് സെൻ്ററിൽ പോയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഹെൽത്ത് സെൻ്ററിൽ എല്ലാ വാക്സിൻസും അവൈലബിൾ ആണ്, ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ് കേട്ടോ. ബാക്കിൽ നിങ്ങൾ കേൾക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ മുമ്പത്തെ പ്ലാവിൽ ഫുൾ കുരങ്ങന്മാരാണ് കേട്ടോ. ഒന്ന് കാണിച്ചേടി കുരങ്ങനെ. ദേ അവിടെ നിന്ന് നിങ്ങൾ ചാടി പോണത് കാണണ്ടായില്ലേ? ഇതില് കാണാനില്ല. അയ്യോ ഹലോ കിട്ടിയാ? അത് കിട്ടിയടി ഉറക്കാണ് കേട്ടോ. അല്ലെങ്കിൽ നല്ല ഭാഷ ഞങ്ങളിങ്ങനെ ആട്ടിയാണ് ഉറക്കാറ്. ഇന്നവൻ തന്നെ ഞാൻ അവിടെ കിടത്തി ഡ്രസ്സൊക്കെ ചെയ്ത് തന്നെ കിടത്തിയപ്പോൾ അവൻ അവിടെ കിടന്നുറക്കി. എന്ത് പറ്റിയാവോ? പക്ഷെ നല്ല വാശിയാണ് ഉണ്ടെങ്കിൽ രാത്രിയാണെങ്കിലും ഉറക്കില്ല, രാവിലെ ആണെങ്കിലും ഉറക്കില്ല. ഇന്നിപ്പോൾ നല്ല പോലെ കിടന്നുറങ്ങുന്നുണ്ട്. അപ്പം എല്ലാവരും പറഞ്ഞിട്ടുള്ളത്, രാജുചാട്ടിൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാക്സിൻ എടുത്ത അന്ന് ദിവസം കുട്ടികൾ ഫുൾ കരച്ചിലായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഇവൻ ഫുള്ള് കരച്ചിലാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എങ്ങനെയാണെന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ട്. അത് മാത്രമല്ല ഇവൻ ഇഞ്ചക്ഷൻ വെക്കാൻ പോണ കാര്യം ആലോചിച്ചിട്ട് നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല എൻ്റെ അമ്മ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആകെ കൂടെ ഒരു ദിവസമാണ് വാശി പിടിച്ച് കരഞ്ഞിട്ടുള്ളത് ജനിച്ചിട്ട്, ഐ മീൻ ചെറുപ്പത്തിലാട്ടോ. അപ്പം അത് ഈ വാക്സിൻ എടുത്ത ദിവസമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ നല്ല രീതിയിലേക്ക് ടെൻഷൻ ഉണ്ട് ഇവൻ എന്ത് കാണിക്കുന്നുള്ളത്. ഇപ്പം നല്ല സുന്ദര കുട്ടപ്പനായിട്ടിരിക്കുന്നത് കാണിച്ചേടി മോനെ. ഡ്രസ്സ് കാണിച്ചാൽ മതി, മുഖം അങ്ങനെ കാണിക്കണ്ട കേട്ടോ. കാണിച്ചാ? അപ്പൊ ഇപ്പൊ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഇരിക്കുന്നുണ്ട്. ഉറങ്ങാണ് ആശാൻ. എന്താവോ എന്തോ നമുക്ക് നോക്കാം. ഫീഡിങ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ്. ചിലപ്പോൾ അവന് എനിക്ക് കഴിഞ്ഞാൽ പാലില്ലെങ്കിൽ അവൻ നല്ല വാശി പിടിക്കും. അവൻ ഇടയ്ക്കിടയ്ക്ക് പാല് കുടിക്കണം. പാല് കറക്റ്റ് സമയത്തിന് കിട്ടിയില്ലെങ്കിൽ അവൻ ടെറർ. അവന്റെ മോനെ കുറിച്ച് പറയാണ്. വാക്സിൻ പക്ഷെ നമ്മൾ ഈ വീഡിയോ ഇടുന്നത് ഫ്യൂച്ചറിലായിരിക്കും. എന്റെ സീരിയസ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രഗ്നൻസിയുടെ. ഞാൻ ഓരോന്ന് ഇട്ടിട്ട് വരുന്നുള്ളൂ. 31 ഇന്ന് ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചാ ഞാൻ ബ്ലൂ, അവൻ ബ്ലൂ, നീ ബ്ലൂ. നല്ലൊരു ബ്ലൂവിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. അവളാ മബി വെച്ച് മാസ്ക് എടുത്തോ. അപ്പൊ പൊന്നു ചെറിയാണ് ഉണ്ണീനെ പിടിക്കും എന്ന് പറഞ്ഞിട്ടുള്ളത്. പൊന്നു ചെറിക്ക് പിടിക്കണം എന്ന്. അല്ല പൊന്നു ചെറിയ, ഞാൻ വിചാരിച്ചു നമ്മുടെ ഓട്ടോറിക്ഷ നമ്മൾക്ക് പോകാള്. നമ്മൾ ഓട്ടോയിലുണ്ട പോണത്. ചേട്ടൻ ബൈക്കിൽ വരും. നമ്മൾ 3 ആള് ഇവിടെ ഒരു കല്യാണത്തിന് പോകുന്ന ആൾക്കാരായിട്ടാണ് ഞങ്ങൾ ഉണ്ണീനെ ഇഞ്ചക്ഷൻ വെക്കാൻ പോണത്. കാരണം അവന് അത്രയും നല്ല കുട്ടിയാണ്. എന്നെ എടുക്കണ്ടെന്ന് വ്ളോഗില് മുഖം പൊത്തി പിടിച്ചിരിക്കുന്നു. അവന് ഇഷ്ടമില്ലാന്ന് വ്ളോഗിൽ എടുക്കാൻ. പൊന്നിച്ചോറി എന്തെങ്കിലും പറയൂ. എന്താണ് ഇന്ന് എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അംഗം വിട്ട് ഞങ്ങളെല്ലാവരും ഇവിടെ മൂക്കൊണ്ട് എണ്ണ വരയ്ക്കുന്നു തോന്നുന്നുണ്ട്. അന്ന് നമ്മുടെ മോർണിംഗ് കൊണ്ട് അല്ലേ? പറയൂ. വാക്സിൻ എടുക്കാൻ കൊണ്ടുപോകാന് അവൻ കരയാവോന്ന് ഒരു ടെൻഷൻ ഉണ്ട്. പിന്നെ ഞങ്ങളുടെ മുത്താണ് അവൻ. അവന് വയ്യായും കാര്യങ്ങളൊന്നും ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ കരയോ? നിങ്ങളും പ്രാർത്ഥിക്കുക. അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കാട്ടോ. കൊണ്ടുവന്നു. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാട്ടോ. അപ്പൊ നമ്മൾ ഓട്ടോറിക്ഷയിലാണ് പോകണം. നമുക്ക് ഇവിടെ അടുത്തെന്ന് വെച്ചാൽ കുറച്ച് ഓട്ടോറിക്ഷയിൽ പോകാനുള്ള ദൂരം കേട്ടോ ഹെൽത്ത് സെന്ററിൽ. അപ്പൊ ഞങ്ങൾ 3 ആളും ഓട്ടോറിക്ഷയിലും ചേട്ടൻ പിന്നില് ബൈക്കിലുമാണ് കേട്ടോ വരുന്നുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഹെൽത്ത് സെന്ററിൽ. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ആദ്യം ഡോക്ടറിനെ കാണട്ടോ. അപ്പോൾ ഡോക്ടർ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾക്ക് വാക്സിൻ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഡോക്ടറിനെ പോയി കണ്ടു. ഡോക്ടറെ കാണാൻ നല്ല ക്യൂ ഉണ്ടായിരുന്നു. പക്ഷേ ബേബിനെ കൊണ്ടായതുകൊണ്ട് നമുക്ക് ക്യൂ നിൽക്കേണ്ട വന്നില്ല കേട്ടോ. പക്ഷേ കുത്തി വെക്കണോടത്ത് നല്ല ക്യൂ ആയിരുന്നു കേട്ടോ. കുറേ പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാ പിള്ളേരും ഒരുപോലെ ആയതുകൊണ്ട് നമുക്ക് ആദ്യം കയറാൻ പറ്റില്ലല്ലോ. പിന്നെ നമ്മൾ വെയിറ്റൊക്കെ എടുത്തു. വെയിറ്റൊക്കെ ചെക്ക് ചെയ്തപ്പോൾ വെയിറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഉണ്ണിക്ക് നോർമലായിരുന്നു. പിന്നെ നമ്മളവിടെ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ 3 പേര് അവിടെ നിൽക്കണം. അപ്പോൾ ഞങ്ങൾ നല്ല ടെൻഷനുണ്ട്. ഫസ്റ്റത്തെ വാക്സിനാണ്. അവൻ എങ്ങനെയൊക്കെ അറിയാം. അല്ലെങ്കിൽ തന്നെ ഭയങ്കര വാശിയാണ് കേട്ടോ. ഒരു വിധത്തിൽ നമ്മൾ വാക്സിനൊക്കെ എടുത്തു. ഉണ്ണി ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ ഉള്ളിനെ വീട്ടിലാക്കിയിട്ട് നമ്മൾ ഫസ്റ്റായിട്ട് കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ ഒരു ബൈക്കിൽ പോവാണ്. പിന്നെ ന്യൂ ഇയർ ആയിരുന്നു. ഫസ്റ്റ് ന്യൂ ഇയർ ഒരു ചെറിയ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് കേക്ക് വാങ്ങാൻ വന്നതാണ് കേട്ടോ.
അപ്പോൾ നമ്മൾ അടുത്തുനിന്നുള്ള ചന്ദ്രപ്പള്ളി അടുത്തുള്ള ഷോപ്പിൽ നിന്ന് നമ്മൾ കേക്കൊക്കെ വാങ്ങി തിരിച്ചു പോയിട്ടോ. അപ്പോൾ ഇന്നലെ നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാൻ പറ്റിയില്ല അല്ലേ, കാരണം നമ്മൾ കേക്കൊക്കെ വാങ്ങിച്ച് വരുന്നത് പകുതികൾ കണ്ടല്ലോ. അത്ര ഇവിടെ നിന്ന് കാവിടി തള്ളിപ്പോയി ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ആകെ സംഭവം മാറി പറഞ്ഞു കേട്ടോ. ഇവിടെ എത്തിയ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ബേബി എനിക്ക് ബേബി ഉറങ്ങായിരുന്നു. ഭയങ്കര അലമ്പുണ്ടാക്കിയിട്ട് 2 മണിക്കൂർ ലിറ്ററലി കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സഹിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് വിഷമം. 2 മണിക്കൂർ നിർത്താണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവൻ കരയുകയായിരുന്നു കേട്ടോ. ഇപ്പം 2 മണിക്കൂർ വെച്ച് നിർത്താണ്ട് എല്ലാവർക്കും അറിയാം. ഒരു സൗണ്ട് വരെ പോയി. അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 12:45 വാക്സിൻ എടുത്ത് കഴിഞ്ഞിട്ട് മരുന്ന് ആദ്യത്തെ കൊടുത്ത പാരസെറ്റമോൾ അവന് 4 കിലോ വെയിറ്റ് ഉള്ളതുകൊണ്ട് വെയിറ്റിൻ്റെ പകുതിയാണ് ഡോസ് കൊടുക്കുക. അപ്പോൾ 2 മില്ലി അങ്ങാണ്ട് നമ്മൾ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു 12:45 കൊടുത്തിട്ട് ഒരു 3:30 വരെ കിടാവ് സുഖമായിട്ട് ഉറങ്ങി. 3:30 അവൻ എനിക്ക് തുടങ്ങിയ കരച്ചിലാണ്. എനിക്കറിയില്ല എത്ര നേരം അങ്ങനെ കരഞ്ഞോണ്ടേ ഇരിക്കാം. പൊന്നു നമ്മളെല്ലാവരും മാറി മാറി എടുക്കുന്നുണ്ട്, കുലിക്കുന്നുണ്ട്, ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. ഒന്നിലും അവൻ്റെ കരച്ചിൽ മാറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. കരഞ്ഞോണ്ടിരിക്കുക. ലാസ്റ്റ് 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കിടത്തിയിട്ട് 2 ഭാഗത്തിലും തലോണ വെച്ചിങ്ങനെ ബാലൻസ് ചെയ്ത് കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ കുഴപ്പമില്ലാണ്ട് എന്നാലും കരയാണ്. കുട്ടിയുടെ സൗണ്ടൊക്കെ പോയി കരഞ്ഞിട്ട്. അയ്യോ ഭയങ്കര ഞാനിങ്ങനെ വാക്സിന് പ്രാഗിയൊക്കെ വന്നു. കാരണം നമുക്കറിയില്ല, നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. കുട്ടിക്ക് വാശിയുള്ള കുട്ടിയാണെങ്കിൽ ഇതേപോലെ ഇവൻ കരയും കാര്യങ്ങളൊന്നും നമ്മൾ എക്സ്പെക്റ്റേ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ രാത്രി ഉറങ്ങില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു എക്സ്പെക്റ്റേഷൻ. പക്ഷേ ഭയങ്കര കരച്ചിലായിരുന്നു. നമുക്ക് എല്ലാവർക്കും പേടിയായിട്ട് കരച്ചിൽ കണ്ടിട്ട് ആരും എടുത്തിട്ടോ എന്തൊക്കെ ആശ്വസിപ്പിക്കാൻ നോക്കിയിട്ട് അവൻ ആശ്വസിക്കുന്നുണ്ടായില്ല, കരച്ചിൽ മാറുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വാക്സിൻ എടുക്കുന്നവർക്ക് ഇങ്ങനെ തന്നെയാണോ നിങ്ങളുടെ കുട്ടികൾ എടുത്തിട്ട്? ചിലർക്ക് തന്നെ ഫ്രണ്ട്സിനൊക്കെ മെസ്സേജ് അയച്ചപ്പം അവർക്കൊന്നും അത്ര വലിയ പ്രശ്നമില്ല. ചിലർക്ക് പനി വെച്ച് മാത്രം പോയവരാണ്, ചിലർക്ക് വാശി ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെയാണ് കേട്ടോ പറയുന്നുണ്ടായിരുന്നത്. അപ്പോൾ അവന് സത്യം പറഞ്ഞാൽ 3 ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. ഒരു കയ്യിൽ നിന്ന് 2 കാലും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞത് എനിക്കൊക്കെ 1 ഇഞ്ചക്ഷൻ ഉണ്ടായുള്ളൂ എന്ന്. പക്ഷെ അടുത്ത കാലത്തെ ഇഞ്ചക്ഷനാണ് ഏറ്റവും കൂടുതൽ പെയിൻഫുൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു 12:45 അവന് കൊടുത്തിട്ട് പിന്നെ അടുത്ത ഡോസ് വരുന്നത് 6:45 6 മണിക്കൂർ ഇടവിട്ടിട്ടാണ് മരുന്ന് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ 6:45 മരുന്ന് കൊടുത്തതിന് ശേഷമാണ് കിടാവ് ഒന്ന് ഉറങ്ങി. പിന്നെ അവന് വലിയ കുഴപ്പമുണ്ടായില്ല. അനങ്ങുമ്പോൾ മാത്രം, ഇത് കാലനങ്ങുമ്പോൾ മാത്രമാണ് അവൻ കരയുണ്ടായിരുന്നത്. അതായത് ആശാവർക്കറൊക്കെ എന്നോട് പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കാലനക്കില്ല, അപ്പോൾ നമ്മളിടയ്ക്ക് അനക്കി കൊടുക്കണം. പക്ഷെ അതിൻ്റെ ആവശ്യം എനിക്ക് വന്നിട്ടില്ല. കാരണം അവൻ തന്നെ അനക്കിക്കൊണ്ടിരിക്കുക. അവൻ അനക്കുന്നു അവൻ കറിയുന്നു. അതായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ അനക്കാതിരിക്കാനാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ എനിക്ക് അതിനും വലിയ വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പാല് കുടിക്കുന്നില്ല. ഇത് അവനെ 1 മണിക്കൂർ കൂടുമ്പോൾ അവന് പാല് വേണം. അല്ലെങ്കിൽ അവൻ നല്ലപോലെ വാശി പിടിക്കുന്ന ആളാണ്. അവൻ പാലേ കുടിക്കാൻ സമ്മതിക്കുന്നില്ല. അവൻ കരഞ്ഞുകൊണ്ടിരിക്കുക. പാല് കൊടുക്കുമ്പോഴൊന്നും അവൻ പാല് കുടിക്കാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ നമ്മളെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസ്റ്റ് പമ്പ് യൂസ് ചെയ്ത് പമ്പ് ചെയ്തിട്ട് തൊട്ടിൽ വെച്ചിട്ട് തന്നെയാണ് കൊടുക്കുന്നുണ്ടായിരുന്നത്. കാരണം അവൻ തീരെ സമ്മതിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് കാലത്തൊക്കെ ആയപ്പോഴാണ് അവൻ സക്ക് ചെയ്ത് കുടിക്കാൻ തുടങ്ങിയത് കേട്ടോ. ഇന്ന് കാലത്തൊക്കെ ആയപ്പോഴേക്കും ഓക്കെ. അപ്പോൾ നമ്മുടെ ന്യൂ ഇയർ ഇങ്ങനെയായി കഴിച്ചു. നമ്മൾ കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കേക്കൊക്കെ ഫ്രിഡ്ജിൽ അതേപോലെ തന്നെ ഇരിക്കുകയാണ്. ചേട്ടൻ ഫുഡ് വാങ്ങാൻ പോയതാണ് ന്യൂ ഇയർ രാത്രി കഴിക്കാനായിട്ട്. നമ്മൾ തൃശ്ശൂർ പോകാൻ പിന്നെ വീട്ടിലൊക്കെ പോയിട്ട് വരാമെന്ന് വെച്ചിട്ട് പോയതാണ്. അവിടെ നിന്ന് ചേട്ടൻ തിരിച്ചു വന്നു. ഇവൻ്റെ കർഷകാരനും ഇന്നലെ എല്ലാവരും ഇവിടെയായിരുന്നു. അമ്മ, അനിയത്തി, അമ്മ എല്ലാവരും ഞങ്ങളിങ്ങനെ അവരെ ചുറ്റി ഇങ്ങനെ നിന്ന് അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഇപ്പോൾ അവൻ വലുതാവുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിനക്ക് ഫസ്റ്റ് വാക്സിൻ എടുത്ത സമയത്ത് ഇവിടെ എല്ലാവരും ടെൻഷൻ അടിച്ച് നിന്നെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ ഇതും കൂടി നിങ്ങളോട് പറയണമെന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ വാക്സിൻ എടുത്തിട്ട് ആഫ്റ്റർ എന്താണ് ഉണ്ടായതെന്നും കൂടി പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ന്യൂ ബോൺ ആയിട്ട് പേരൻസിലുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയ്ക്കുള്ളൂ. ബൈ ബൈ, സീ യു.